എല്ലാവർക്കും ലിഡിയാസ് ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോയാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ചീരകം, പിന്നെ ഒരു ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇപ്പോൾ മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി നിരപ്പിക്കും. തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനവിടെ മീഡിയം ടൈപ്പ് 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി അത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് സാധാരണ അരി വെച്ചിട്ടാണ്. ആ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്നത് മൂടി വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്.